വേറെ കഴിഞ്ഞ 3 എപ്പിസോഡ്സ് പോഡ്കാസ്റ്റിൻ്റെ ഡീപ്പറിൻ്റെ 3 എപ്പിസോഡ്സിൻ്റെ റെസ്പോൺസ് ഭയങ്കര റെസ്പോൺസാണ്. റെസ്പോൺസ് എന്ന് പറയുന്നത് രഞ്ജു, അതിൻ്റെ കാരണം നമ്മുടെ വാക്കുകളെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നതുകൊണ്ട്. നമ്മളിത് പ്രിപ്പയർ ചെയ്ത് ഒരു മെസ്സേജ് പറയുന്നതോ അതൊന്നുമല്ല. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവിക്കുന്ന ജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന്. ആ പോഡ്കാസ്റ്റിൽ ഞാൻ ഫീൽ ചെയ്യുന്നത് അതൊരു ഒഴുക്കാണ്. പിതാവ് എന്നിൽ നിന്ന് ഒഴുകുക. ആമേൻ. നമ്പർ 2, ഇതൊരു എന്നാ പറയണ്ടേ, ഒരു സ്റ്റോറി അല്ലല്ലോ. ഞാനും യേശുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് കേൾക്കുമ്പം ആൾക്കാർക്ക് യേശുവുമായിട്ട് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പ്രത്യാശ വർദ്ധിക്കുക. അതുകൊണ്ടാണ് റെസ്പോൺസ്. അപ്പോൾ ഏത് മീഡിയ ആണല്ലോ, വേറെ മുമ്പ് പറഞ്ഞു 98 ഇറക്കിയ ആദ്യത്തെ സപ്ലിമെൻ്റ് വായിച്ചവരുടെ അടുത്ത് യേശു നിൽക്കുന്ന അനുഭവം ഉണ്ടായിരുന്നല്ലേ? അതെ, നോക്ക്, യേശുവിനൊരു ഓപ്പർച്യൂണിറ്റി വേണം. മനസ്സിലായില്ല? നമ്മൾ വഴിയിൽ നിന്ന് മാറി നിന്നാൽ മതി. നമ്മുടെ തിയോളജിയും നമ്മുടെ ബുദ്ധിമുണ്ട് ഇതൊക്കെ മാറി നമ്മുടെ ഹൃദയത്തിൽ നിന്നും 98 മനോരമയിൽ ആദ്യം ആ സപ്ലിമെൻ്റ് ഇറങ്ങണം. ഫുൾ പേജ് സപ്ലിമെൻ്റ് ഇറക്കുന്ന ആദ്യത്തെ വരെ അതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയ പുറകെ എനിക്ക് കിട്ടിയ മോശമായ ഫോൺ കോൾ വിശ്വാസി സമൂഹത്തിൽ നിന്ന്. നീ എന്നാ ഇത് കച്ചവടം തുടങ്ങിയാണ് ഇവിടെ. ഞാൻ നോക്കിയത് വീട് വീടാന്തരം പറയാൻ ഞാൻ പോകുന്ന സമയം കൊണ്ട് ഒറ്റയടിക്ക് ഇത്രയും വീടുകളിൽ യേശു ജീവിക്കുന്നു എന്ന് ചെല്ലാൻ പറ്റും. വേറെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും ഇത്രയും അങ്ങനെ ഒരു ബ്രോഡറായിട്ട് എങ്ങനെ? കാര്യം ഞാൻ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും വിശാലമാണ്. ഒരു മാടക്കടയായിട്ടിരുന്ന ആളല്ല. ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് കഴിഞ്ഞ് 11 ബ്രാഞ്ചസ്, എംപ്ലോയീസ്, ഫാക്ടറീസ്, അങ്ങനെ ചെറിയ സീറോയിൽ നിന്നും ഇത്രയും വലുത്. ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞു ഏറ്റവും വലിയ ചലഞ്ച് 0യിൽ നിന്ന് 100 പോകുന്ന ചലഞ്ചല്ല, 100ൽ നിന്ന് 0 തിരിച്ചു വന്നിട്ട് പിന്നെ പൊങ്ങാൻ ശ്രമിക്കുന്നത് ആ ചലഞ്ച്. മറ്റേത് ഓരോ ദിവസം കിട്ടുന്നത് ഹാപ്പി, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ആ വിശാലത ഇപ്പോൾ എൻ്റെ അകത്തൊരു കോൺഫിഡൻസ്. ഈ യേശുവിനെ ഇപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ, ലോകം മുഴുവൻ യേശുവിനെ അറിയും. ഞാൻ അനുഭവിച്ചതാണ് ഇതൊരു. അതുകൊണ്ട് എനിക്ക് ഈ ഓൾട്ടർ കോളിലോട്ട് താല്പര്യമില്ലാത്ത ഈ ചിലരാണ് നമ്മളും ചെയ്തുകൊണ്ടിരുക. യേശുവിന് വേണ്ടി ഒരു ഓടിവായോ മുന്നോട്ട് വിളിക്കുന്നത് അതൊരു വൈകാരികമായിട്ടായിരിക്കും. കൺവിക്ഷൻ ഉണ്ടായി കാണത്തില്ല. കൺവിക്ഷൻ ആയാലോ ആരും വിളിക്കണ്ട, തന്നെ അങ്ങ് ഇറങ്ങിപ്പോവും. സോ അങ്ങനെയായി 98 അന്ന് നമ്മുടെ കോശി എന്നോട് ഞാൻ പറയുമ്പോൾ കോശിക്ക് തന്നെ ഈ ബില്ല് കൊടുക്കാൻ പറ്റുമെന്ന് സംശയം. പക്ഷെ വേറെ ഇന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവുന്നറിയത്തില്ല. അന്ന് പേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറോ ആയിട്ട് നിൽക്കുക. പേപ്പറേ ഉള്ളൂ. അവിടെ ഫുൾ പേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ന് ആൾക്കാർക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്കറിയത്തില്ല. പക്ഷെ അതെന്നെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ സ്റ്റെപ്പ്. കാര്യം എന്ന് വെച്ചാൽ ഐ വോണ്ടഡ് എവ്രി വൺ സിംഗിൾ ഹോം ടു നോ ദിസ് ജീസസ് ഇസ് റിയൽ. അപ്പോൾ അന്ന് ഞാൻ എഴുതുക എൻ്റെ ടെസ്റ്റ് മണി. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് ഇന്നലെ പോലെ ഞാൻ ഓർക്കുന്നു, ഈ യേശു നിങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ട്, അല്ലാതെ ഞങ്ങളുടെ മീറ്റിങ്ങിന് വരാനല്ല. ഞങ്ങളുടെ മീറ്റിങ്ങിലോ ഒന്ന് മീറ്റിങ്ങേ ഉള്ളല്ലോ. ഇപ്പം ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്നാൽ നിങ്ങൾക്ക് യേശുവിനെ കിട്ടുമെന്നല്ല, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യേശു നിങ്ങളുടെ അടുത്ത് നിൽപ്പം. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യേശുവിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടി ഒരു ഹൃദയം തുറന്നു കിട്ടാൻ. അത് കഴിഞ്ഞ് ഒത്തിരി പേര് എൻ്റെ ടെസ്റ്റ് മണി ഉണ്ടായിരുന്നു. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്തൊരാൾ വന്ന് നിൽക്കുന്നതിനും. അപ്പോൾ ഈ യേശു അത്ര റിയലാണ്. അതായത് മലയാളം മനോരമയിലെ ഒരു ഫുൾ പേജ് സപ്ലിമെൻ്റ് വായിക്കുമ്പോൾ യേശു ഒന്ന് അടുത്ത് നിൽക്കുക. അപ്പം അത് അന്ന് കുറച്ച് സഹോദരന്മാരുണ്ട് കൂടെ. അപ്പോൾ അവരൊക്കെ ചോദിച്ചത് എങ്ങനെ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, അന്ന് 11,000 രൂപ കണ്ടു
ഫുഡ് പേജ്. പക്ഷെ വലിയൊരു തുകയായിരിക്കും. ഭയങ്കര തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 1000 രൂപ 2000 രൂപയുടെ പരസ്യങ്ങൾ, സൂപ്പർ ഫർണിച്ചർ, ശക്തി ഹോട്ടൽ, അങ്ങനെ. പിന്നെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് 3-4 കടകളിൽ പോയി അവരൊക്കെ ചെറിയൊരു, അപ്പം ആ പരസ്യം വെച്ച് പകുതി പരസ്യമാക്കി, പകുതി ടെസ്റ്റ് മണിയാക്കി. അപ്പം ഞങ്ങൾക്ക് ഫ്രീയാണ്. സോ ദാറ്റ് ഈസ് ഹൗ വി പ്ലാൻഡ് ഇറ്റ്. പക്ഷെ അന്ന് എനിക്കൊന്ന് കോട്ടയത്ത് എല്ലാവരും ഞെട്ടിപ്പോയി കാണും. കോട്ടയത്ത് ഞെട്ടിയതിനേക്കാളും കൂടുതൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ ഫോൺ കോൾസ് മനോഹരമായി. ഈ കാര്യം ഈ അനുഭവിക്കുന്നവന്, ഇപ്പം ഒരാൾ ഗർഭം ധരിച്ചാൽ വയറ്റിനകത്ത് കുഞ്ഞിൻ്റെ ചവിട്ടമൊക്കെ കിട്ടുന്ന അമ്മയ്ക്ക് മാത്രമേ ആ സന്തോഷത്തിൻ്റെ അനുഭവം മനസ്സിലാവൂ. കണ്ടു നിൽക്കുന്ന ഭർത്താവിന് മനസ്സിലാകത്തില്ല. ഉള്ളം കിട്ടിയിരിക്കുന്ന യേശുവിൻ്റെ ഓരോ അനക്കങ്ങൾ കിട്ടുമ്പം കിട്ടുന്ന അനുഭവം കണ്ടു നിൽക്കുന്നവന് കള്ളനും ഇതുകൊണ്ട് പൈസ ആയിരിക്കും. പക്ഷേ ചെയ്യുന്ന ഞാൻ കൺവിൻസ്ഡ് ആണെങ്കിൽ, എനിക്ക് കൺവിൻസ്ഡാണ് എൻ്റെ കുഞ്ഞ് ജീവനുണ്ട്, കാര്യം ചവിട്ടുന്നുണ്ട്, അനങ്ങുന്നുണ്ട്. അപ്പോൾ ആ അനുഭവം നിൽക്കുമ്പം യു ആർ നോട്ട് ബോതേർഡ് അബൌട്ട് എവരിത്തിങ്. ഇപ്പം ഒരു പൂർണ്ണ ഗർഭിണി അറിയാമല്ലോ, അഡ്വാൻസ് സ്റ്റേജിൽ, ഇപ്പം ആ ഗർഭിണി അനുഭവിക്കുന്ന ഇമോഷൻസ് ഓരോ ചവിട്ട് കിട്ടുമ്പോഴും ഇതൊക്കെ കിട്ടുമ്പോൾ അത് ഹസ്ബൻഡിന് കിട്ടത്തില്ല. ഹസ്ബൻഡ് വേണേൽ കാണും, നിങ്ങനെ കാണുമെന്നല്ലാതെ ഇൻറ്റേർണൽ. അപ്പോൾ അവൾ ആ പെങ്കൊച്ചനോട് പറയാം, നീ ഗർഭിണിയല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയില്ല. അവിടെ നോക്കിക്കുക, അവൾക്കറിയാം ഇന്ന് ചവിട്ടുന്നുണ്ട്, ഞങ്ങുന്നുണ്ട്. അവളോട് ആരെങ്കിലും അയലോക്കംകാർ പറയും, നിന്നെ കണ്ടിട്ട് ഗർഭിണിയല്ല എന്നാണ് തോന്നുന്നത്, അതൊക്കെ ചുമ്മാ തോന്നലായിരിക്കും, ഇൻഡൈജഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പണ്ടത്തെ കാലത്ത് ഈ സ്കാനൊന്നുമില്ല. ഇല്ല. അപ്പോൾ അനക്കം അറിയുമ്പോൾ അറിയാം എന്ന് പറയുന്ന പോലെ യേശു അകത്തുണ്ടെന്ന് മറ്റാരും കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അകത്തനക്കമുണ്ട്, ജീവനുണ്ട്. ഈ ചലഞ്ചസിനിടയ്ക്കെല്ലാം ബേറിനെ നിർത്തിയത് ആ കർത്താവിൻ്റെ ആ ജീവനല്ലേ? ഞാൻ വീണ്ടും പറയാം, 2 കാര്യം. 1 വിശ്വാസം, 2 സ്നാനം. ഇത് രണ്ടും കൺവിക്ഷൻ ഇല്ലാതെ ചെയ്താൽ തെറ്റാന്ന് ഞാൻ പറയും. യു ക്യാൻ ബി എ ബിലീവർ വിത്തൗട്ട് കൺവിക്ഷൻ. യു ക്യാൻ ഈവൻ ഗെറ്റ് ബാപ്റ്റൈസ്ഡ് വിത്തൗട്ട് കൺവിക്ഷൻ. ചിലർക്ക് കല്യാണം കഴിക്കാൻ സ്നാനപ്പെടുന്ന കാണാൻ മേലെ, കൺവിക്ഷൻ ഒന്നുമില്ല. കല്യാണം കഴിക്കാൻ, ദാറ്റ്സ് റോങ്. പൗലോസിനോ ഷണ്ണനോട് എന്താ പറയുന്നത്? അയക്ക് ചാടണം എങ്ങനെയും വെള്ളത്തിലോട്ട്. എന്താ താമസം? എന്നാ താമസം? ഫിലിപ്പോസ് പറഞ്ഞു, നീ വിശ്വസിക്കുന്നുണ്ടോ? ഉടനെ അയാൾ കൺഫെസ് ചെയ്യാൻ, ഞാൻ വിശ്വസിക്കുന്നു യേശു ദൈവപുത്രനാണെന്ന്. ഫിലിപ്പോസ് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് വന്നില്ല. അപ്പോഴും ഫിനാൻസ് മിനിസ്റ്ററാണെന്ന് ഓർത്തു. ഹൈ പ്രൊഫൈൽ ഫിനാൻസ് മിനിസ്റ്ററിനെ കയ്യിലിട്ടിരിക്കുക, വിടുവോ? ഇന്നാണെങ്കിലോ അയാളെ വിശ്വസിപ്പിച്ചില്ലെങ്കിലും ചവിട്ടിയാണെങ്കിലും വെള്ളത്തിൽ ചാടും. ആൻഡ് ദീസ് ആർ ഓർഫൻസ്, ഐ ടെൽ യു. People who have come to faith without conviction become orphans and they become a headache to the church. അതാ പ്രശ്നം. കൺവിക്റ്റഡ് ആൾക്ക് യേശുവിനെ നൊമ്പരപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം അനങ്ങിക്കൊണ്ടിരിക്കുക. ഈ കോട്ടയം പട്ടണത്തിൽ തന്നെ വേറെ വണ്ടർഫുള്ളായിട്ട് ബിസിനസ് ചെയ്തു. ഇത്രയും ബിസിനസ്, ഇത്രയും ബ്രാഞ്ചസ്, വണ്ടികൾ, ഇതെല്ലാം പോയിട്ട് അതേ ആൾ തുണിസഞ്ചിയായിട്ട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ട്രാക്ട് കൊടുക്കുന്നു. അതെന്തൊരു കോൺട്രഡിക്ഷനാണ് വേറെ. വേറെ ഫ്രണ്ട്സ് വന്ന് കാണത്തില്ലേ? എന്നോട് പറഞ്ഞു, എനിക്ക് വട്ട് ഈ പിന്നെ കടമൊക്കെ വന്ന് മാനസിക വട്ട്, അല്ലെങ്കിൽ ഈ വണ്ടിയെല്ലാം ഇടിച്ച്, അല്ലെങ്കിൽ പിന്നെ വല്ലവരും ചെയ്യുന്ന കാര്യമാണോ? സെൻട്രൽ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ട്രാക്ട് കൊടുക്കുക, അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നവരോട് സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ല, ഇത് ചെയ്യുമ്പം വേറെ ബാക്കി എല്ലാവരും കാണും, അങ്ങനെയൊന്നും. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞില്ലേ, ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ഈ ലോകത്തിലല്ല നമ്മൾ. ഈ ലോകത്ത് നിൽക്കുമ്പോഴാണ് എന്താ ഇന്ന് അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കും. മറ്റേത് യു ആർ ഇൻ എ ഡിഫറെൻറ്റ് റെൽം ഓഫ് ലൈഫ് വേർ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ തൊട്ട് അടുത്ത് ആനന്ദ് എന്ന് പറഞ്ഞു, ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഒരു വിശക്കുമ്പോൾ 2 ഇഡ്ഡലി പോയി തരും. അപ്പം
ഇരിക്കുന്ന മുമ്പേ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ട്രാക്റ്റ് കൊടുത്തിട്ട് വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ഈ ട്രാക്റ്റ് എറിഞ്ഞേച്ചു പോകും. ചിലർ വന്ന് ട്രാക്റ്റ് എൻ്റെ മേശത്തുനിന്ന് വട്ടുണ്ടോ അപ്പം കിട്ടുന്നൊരു സുഖം, സുഖം, ആ സുഖം എന്ന് പറഞ്ഞാൽ വേറെ. പക്ഷേ ഇത് നിർത്തുന്നില്ല, പിന്നെയും പിറ്റേ ദിവസം വേറെ സഞ്ചിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. എല്ലാ ദിവസം വന്നാൽ 2 ഇഡ്ഡലി, ഞാൻ കയറുമ്പോഴേ വെയിറ്റിന് അറിയാം ഓർഡർ 2 ഇഡ്ഡലി ഇരിക്കുന്ന മുമ്പ് എല്ലായിടത്തും കൊടുക്കുക. അവർക്കൊന്നും കാണാൻ രസമാണ്. അവിടുന്ന് പിന്നെ സെൻട്രൽ ജംഗ്ഷനിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വൈകുന്നേരം വരെ കൊടുത്തിട്ട് ഏതെങ്കിലും മീറ്റിങ്ങിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ പോകും. വേറെ ഞാൻ ഓർക്കായിരുന്നു, ഈ 11 ഓഫീസും 5 ബിസിനസ്സും ഫാക്ടറീസും ഒക്കെ ഉള്ള വേറെ, അത് എനിക്ക് മനസ്സ് സത്യം പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ വേറെ അവിടെ നിന്ന് കൊടുത്തു, ഒരു സഞ്ചിയൊക്കെ ഇടന്ന് കൊടുത്തു? എല്ലാം പോയി, വേറെ പണിയൊന്നുമില്ല. പക്ഷേ വേറെ പറഞ്ഞ പോലെ ഈ ഉയരത്തിൽ നിന്ന് ഈ ഡൗൺഫോൾ ഭയങ്കര പെയിൻഫുൾ ആകേണ്ടതല്ലേ? പെയിൻഫുൾ ആണ്. അതിനെ ഓവർകം ചെയ്യാൻ കിട്ടുന്ന ജോയ് ഇതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇനി വീട്ടിൽ ചെന്നെന്ന് വെച്ചു, പിന്നെ ചിന്തിക്കുന്ന മുഴുവൻ എല്ലാം അടഞ്ഞുപോയി, ഞാൻ നശിച്ചു. അതിനേക്കാളും നല്ലതല്ലേ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ട്രാക്റ്റ് കൊടുക്കുക, അതിനകത്ത് കിട്ടുന്ന ജോയ്. അതിനകത്ത് ഭയങ്കര ജോയ് ആയിരുന്നു. ഓ, ദ ജോയ് ഓഫ് പ്രീച്ചിങ് ആൻഡ് ഗിവിങ് ജീസസ്. അതിൻ്റെ ടേസ്റ്റ്, ഫ്ലേവർ മനസ്സിലായ. അതിന് മുമ്പ് എപ്പോഴെങ്കിലും വേറെ മനസ്സിലായി, ബിസിനസ് ചെയ്ത സമയത്തോ വേറിന് ഭയങ്കര ടേൺ ഓവർ ഉണ്ടെന്നാണ് വേറെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐ മീൻ, അപ്പോൾ അതിന് കിട്ടാത്തതാണ് വേറിനൂടെ കിട്ടുന്നത്. ഈ ഞാൻ പറയാം, യേശുവിനെ കിട്ടുന്ന മുമ്പേ ഉള്ള പൈസയും കഴിഞ്ഞിട്ടുള്ള പൈസ. യേശുവിനെ കിട്ടുന്നതിന് മുമ്പേ ഈ 100നെ 200 ആക്കാനും 200നെ 1000 ആക്കാനും 1000ത്തെ 10,000 ആക്കാനും, അങ്ങനെ അതിൻ്റെ പേരാണ് ഈ ദ്രവ്യാഗ്രഹം അല്ലെ അത്യാഗ്രഹം. അത് എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ 40 വയസ്സാകുമ്പം കോർപ്പറേറ്റ് ലീഡർ ആകണം. അതുകൊണ്ട് കമ്പനീസിന് ഷെയർ വാങ്ങിക്കുക, ബാങ്ക്സിന് ഷെയർ വാങ്ങിക്കുക, ഇങ്ങനെ അഗ്രസീവ്. യേശു വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന്, എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നല്ല, എങ്ങനെ കൊടുക്കാം. ഒരാളുടെ സന്തോഷമായി, മറ്റേത് എൻ്റെ സന്തോഷം. മറ്റേത് എനിക്ക് എങ്ങനെ കിട്ടും, മറ്റേത് മറ്റൊരാളെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയും. ഈ യേശുവിനെ കിട്ടിയാൽ നിങ്ങൾക്ക് അറിയത്തില്ല സന്തോഷം. ആ മൈൻഡ് സെറ്റാണ് മാറും. 2 മൈൻഡ് സെറ്റാണ്. ഒന്ന് പിടിച്ചു പറിക്കണം, എങ്ങനെയും ഞാൻ വലുതാകണം. മറ്റേത് എനിക്ക് കിട്ടിയാൽ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും, കിട്ടിയില്ലേ സാരമില്ല. പ്ലസ് മറ്റേത് ഒരു ബ്രാഞ്ചൂടെ തുടങ്ങി. അതിന് ഈ 2 വാക്കുണ്ട് ഇംഗ്ലീഷ്, ഹാപ്പിനെസ്, ജോയ്. ലോകത്തിന് തരുന്നത് ഹാപ്പിനെസ്സാണ്. അത് നിമിഷം നേരെയോ. ഇപ്പം എൻ്റെ മനസ്സിൽ ഒരു 1 കോടി രൂപ കിട്ടണം, അല്ലെ എൻ്റെ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട് 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ സന്തോഷം പോയേ, ഹാപ്പിനെസ് പോയി. കിട്ടി, നമ്മൾ റീച്ച് ചെയ്തു. ഇനി അടുത്തത് 10 ലക്ഷം വരണം. 10 ലക്ഷം, 10 ലക്ഷം. എത്ര മിനിറ്റ് 10 ലക്ഷം അക്കൗണ്ടിൽ കിടക്കും, അത്ര വല്ലൂ. പക്ഷേ യേശുവിൻ്റെ ജോയ് എന്ന് പറയുന്നത് ബബിൾ ചെയ്തുണ്ട്. ബബിൾ. ബാങ്ക് എം ടി ആണേലും ബബിൾ, ബസ് കിട്ടിയില്ലേലും ബബിൾ. ഇങ്ങനെ ദാറ്റ് ഈസ് ജോയ്. അത് അകത്തുനിന്ന് പുറത്തോട്ട്, മറ്റേത് പുറത്തുനിന്ന് അകത്തോട്ട്. അതുകൊണ്ടായിരിക്കും ഒരു ദിവസം വെളുപ്പിന് 5 മണിക്ക്, വേറെ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, കഥയിൽ വന്ന് മുട്ടിയിട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു. പുള്ളിക്ക് 5000 രൂപ കാണും, ആത്മഹത്യ ചെയ്യാൻ പോകും. അപ്പം വേറെ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കളഭാരത്തൊക്കെ ശാസിച്ച് പുള്ളി സന്തോഷത്തോടെ തിരിച്ചു പോയി. അന്ന് പകലുണ്ട് 50 ലക്ഷം രൂപ ചെത്ത് നീക്കി. വേറെ ഓർക്കുന്നുണ്ട് സംഭവം, പണ്ട് SP ട്രെയിനിൽ വേറെ പറഞ്ഞാൽ. അങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. എനിക്ക് ആ സമയത്ത് കിട്ടുന്ന ഫോൺ കോൾ മുഴുവൻ കടഭാരമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കറിയാവോ യേശു ആരാന്നറിയാവോ? അന്നറിയാവുന്ന ഏറ്റവും വലിയ വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ച് നോക്കണ്ട. കാര്യം പണ്ട് എല്ലാം വീട്ടിൽ കാണും, ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ആ വചനം അറിയാം. അപ്പം ഞാൻ അങ്ങോട്ടങ്ങ് പറയുന്നത് ഏലക്കാലം നമ്മുടെ വിഷയത്തിനാണ് നമുക്ക് ആശ്വാസം കിട്ടുക. അപ്പോൾ അങ്ങനെ വെളുപ്പിനെ എണീപ്പിച്ച് ഒത്തിരി സംഭവങ്ങളുണ്ട് സാമ്പത്തികമായി. പ്ലസ് ഇതിനകത്തൊക്കെ ആൾക്കാർ
യേശുവിലായി കഴിയുമ്പോൾ ഈ പ്രതിസന്ധികൾ മാറത്തില്ല. ഇത് റോസാപ്പൂവല്ല. ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് പിന്നെ പ്രതിസന്ധിയല്ല, ട്രെയിനിങ്. ലോകത്തിൽ ട്രെയിനിങ് ഇല്ല, അവിടെ പ്രതിസന്ധിയാണ്. ലോകത്തിന് പ്രതിസന്ധിയാണ്. മുമ്പോട്ടൊന്നും കാണാനാവില്ല. ഇത് യേശുവിനെ മനസ്സിലാക്കി നടക്കാൻ തുടങ്ങുമ്പം ആ പ്രതിസന്ധിയുടെ ഇടയിൽ തോന്നും മുമ്പോട്ടില്ലെന്ന്. പക്ഷേ ആ അനുഭവത്തിലൂടെ വെളിയിലോട്ട് വരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു യെശയ്യാ പ്രവാചകൻ്റെ വചനത്തിലുണ്ട്, തീയിലൂടെ നീ പോയാൽ നീ ദഹിക്കത്തില്ല, തീയുടെ ഗന്ധം പോലും കാണത്തില്ല. വെള്ളത്തിലൂടെ പോയാൽ നീ മുങ്ങത്തില്ല, എൻ്റെ നീതിയുള്ള കൈ നിന്നെ പിടിച്ചിരിക്കും. എൻ്റെ ചോദ്യം, അങ്ങനെയാണ് എന്തിനാണ് അങ്ങോട്ട് അനുവദിച്ചേ? അത് ശരിയാണ് അല്ലേ? നീതിയുള്ള കൈയല്ലേ പിടിച്ചിരിക്കുന്നത്, അത് പൊക്കി പിടിച്ചാൽ മതിയായിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ടേസ്റ്റ് കിട്ടിയാലേ തീ കിടക്കുന്ന വേറെ ഒരാൾ വരുമ്പം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അവൻ എന്നായി പറയുന്നത്. ഒരു കടക്കാരൻ അല്ലെങ്കിൽ ഒരു അപ്പൻ ക്രിസ്മസാണ്. ഇപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമ്പം പിള്ളേർ ഒരു സ്റ്റാർ തന്നെ വാങ്ങിക്കാത്ത, നമുക്ക് സ്റ്റാർ പോയിട്ട് ഹാർട്ടിനകത്ത് സ്റ്റാർ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ അനുഭവത്തിലൂടെ ഞാൻ പോയത് കൊണ്ടല്ലേ ഒരു അപ്പൻ വന്ന് എന്നോട് ഇത് പറയുമ്പം ഐ ക്യാൻ റിലേറ്റ്. പലപ്പോഴും നമ്മൾ അമ്മമാരുടെ പുകഴ്ത്താറുണ്ട്, പക്ഷേ പുരുഷന്മാർ അല്ലെങ്കിൽ ഒരു ഫാദർ അനുഭവിക്കുന്ന വേദന അമ്മ അനുഭവിക്കുന്ന വേദന രണ്ടാണ്. അമ്മ കരയും, പുരുഷന്മാരുടെ കണ്ണ് നനയത്തില്ല, ഹൃദയം നനഞ്ഞായിരിക്കും. കാര്യം അവരൂടെ കരഞ്ഞാൽ കുടുംബം പോയി. അവരെ ആശ്വസിപ്പിക്കുമ്പോഴും ഹൃദയം കരഞ്ഞുകൊണ്ടായിരിക്കും. അപ്പം ആ ഒരു ഈ കാര്യം റിലേറ്റ് ചെയ്യണമെങ്കിലും, ഇപ്പോൾ ഒരു ബിൽ ഗേറ്റ്സിനോട് പോയി എനിക്ക് കടബാധ്യത എന്ന് പറഞ്ഞു, അയാൾ പറയും ഓക്കെ യു ടേക്ക് എ ചെക്ക്, പക്ഷേ കൂടെ ഡോണ്ട് വറി എന്നുള്ള വാക്ക് വരത്തില്ല. ഐ ടു വെൻ ത്രൂ ദിസ്. ഇപ്പോൾ ഉദാഹരണത്തിപ്പം കടഭാരമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വരുന്ന ആളുടെ ശരിക്കും വേദന ബ്രദറിന് കൃത്യമായിട്ട് അറിയാം അല്ലേ? അയാൾ പറയുന്ന ആ അർത്ഥം അറിയാം. ഇന്ന് ഞാൻ കുറച്ചുകൂടെ ധൈര്യത്തോടെ പറയും, നടക്കത്തില്ല. അത് ഞാൻ പറയാം, ഈ ഞാൻ ഗർഭിണിയാണ്, റോഷനെ ഗർഭത്തിലാണ്. അപ്പോൾ എമർജൻസി രാത്രി വല്ലതും ആവശ്യം വന്ന വാഹനമില്ല, എല്ലാം പോയി. അവൻ എല്ലാ വാഹനവും ജപ്തി വിറ്റു. ആ, ബേറിന് 4 വണ്ടി ഉണ്ടായിരുന്നു, അത് മുഴുവൻ വിറ്റു. ബ്രാഞ്ചസിൻ്റെ വണ്ടി അതും വിറ്റു. ബേറിന് പോകണേ നടന്ന് ബസ്സിൽ കയറി പോകണം. ബസ്സിൽ പോകുന്നു. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ചിലരൊക്കെ ചോദിക്കും വണ്ടി തന്നെ വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണോ? അപ്പം ഞാൻ നല്ല കടം വന്ന് വിറ്റതാണ്. അപ്പം എൻ്റെ വിശ്വാസം 2-3 കൂട്ടുകാരുണ്ട്. അതിൽ ഒരു ആളുടെ വീട്ടിൽ 8-10 വണ്ടിയുണ്ട്. അതിനകത്ത് ഒരെണ്ണം പഴയ സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ ഒരു വണ്ടി നോക്കുന്നുണ്ട്. അദ്ദേഹം അതിനൊരു അന്നത്തെ കാലത്തെ ട്രിപ്പിൾ വിലയിട്ടു. എന്നെ കൊണ്ടൊരു പ്രോമിസറി നോട്ട് എഴുതിപ്പിച്ചു. അപ്പം പ്രോമിസറി നോട്ട് എഴുതിപ്പിച്ച് 2 വർഷത്തിനകം കൊടുക്കണം. ഇപ്പം ഞങ്ങൾ 2 പേരുടെ പല സ്ഥലത്തും ശുശ്രൂഷിക്കാം. അപ്പം എൻ്റെ കയ്യാലെ കർത്താവ് ചെയ്യുന്ന അത്ഭുതം, അത് കാര്യം അത്ഭുതമേ ഉള്ളൂ എൻ്റെ ആശ്വാസം. പല സ്ഥലത്തും ചെല്ലുമ്പം ആൾക്കാർ പറയുന്നത് തങ്കുവിൻ്റെ കയ്യാൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു, നിൻ്റെ കയ്യിലൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു കിറുകിറുപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മൈൻഡ് മാറ്റിയിട്ട് പറഞ്ഞു എനിക്ക് പൈസ വേണം. ഞാൻ പറഞ്ഞു വണ്ടി എടുത്തു, പൈസ ഇല്ല, അത് പറ്റത്തില്ല, പൈസ വേണം, കാര്യം ഇത് നല്ല വിലയല്ലേ കിട്ടിയിരിക്കും. സോ അങ്ങനെ ഒരു ടസൽ പോലെ നിൽക്കുക. വീട്ടിൽ എനിക്കാണെങ്കിൽ നല്ല ബെസ്റ്റ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഉള്ളപ്പോൾ 0 മുകളിൽ പൊങ്ങുമ്പം ഒരു കുഴപ്പമില്ല, പൊങ്ങിയിട്ട് താഴുമ്പോഴാണ് ഈ വേദന എല്ലാം. അപ്പം ഒരു ദിവസം വീട്ടിൽ സാധനം വാങ്ങിക്കണം,
റോനക്കിൻ്റെ 2500 രൂപ ഫീസ് കൊടുക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കവർ തന്നിട്ടു. അതൊരു 5000 രൂപ. 5000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പോയ ശേഷം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറി നോക്കിയപ്പോൾ 5000 രൂപ. അപ്പം 2500 രൂപ ഫീസ് കൊടുക്കാം, 1000 രൂപയുടെ സാധനം വാങ്ങിക്കും, ബാക്കി അപ്പം 50 രൂപയുടെ നോട്ടാണ്. അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാക്കിക്കോ, ഞാൻ റെഡിയാക്കാം. ഞാൻ ബെഡ്റൂമിൽ കയറി ഇത് എണ്ണിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ മനുഷ്യൻ വന്നു. അത്രയ്ക്ക് ഫ്രീഡം വീട്ടിലുള്ളതുകൊണ്ട് നേരെ ബെഡ്റൂമിലോട്ട് കയറുമോ. അപ്പം ഞാൻ ഇത് എണ്ണിക്കൊണ്ടിരിക്കും. ഇദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ തട്ടിപ്പറിച്ചു. തട്ടിപ്പറിച്ചപ്പം ഞാൻ പറഞ്ഞു, ചെയ്യരുത്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ചെയ്യരുത്, ഫീസ് കൊടുക്കാനുണ്ട്, വീട്ടിൽ സാധനങ്ങളില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, വചനം പറയുന്നത് കടക്കാരൻ അടിമയുടെ മകൻ പഠിക്കേണ്ട ആവശ്യമില്ല, അടിമ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക്. നോക്ക്, ആദ്യത്തെ എൻ്റെ ബിഫോർ ക്രൈസ്റ്റ് ആണെങ്കിൽ അയാൾ ബെഡ്റൂം പോയിട്ട് അടുത്ത ചൂട് വെക്കത്തില്ല. പക്ഷെ ഇവിടെ എൻ്റെ ആ മനോഭാവം പോയി എവിടെയോ. ഞാൻ നേരെ തിരിഞ്ഞ് ഭിത്തിയിലോട്ട് ചാരിയം കരഞ്ഞു. ഞാൻ കുറച്ച് നേരം എൻ്റെ അനക്കം കേൾക്കാത്തതുകൊണ്ട് അമ്മ വന്നു. ഞാൻ പറഞ്ഞു, ലിസ്റ്റ് വേണ്ട. പറഞ്ഞു, ആളെന്നാ വന്നേ? ഞാൻ ചുമ്മാ കാണാൻ വന്നാൽ പോയിരുന്നവർ. ഞാൻ മിണ്ടിയിൽ. ഞാൻ പോയി ഞങ്ങളുടെ നടുക്കത്തെ റൂമിൽ ഒരു പഴയ ഒരു സോഫ വളർത്തുന്നത്, അവിടെ പോയി ചുമ്മാ ഇരുന്നു. ഞാൻ എന്നാ ചെയ്യുന്നു? ഒരു ഉച്ചയോടുകൂടെ അടുത്ത ഒരാൾ ഇതുപോലെ വന്നു പ്രാർത്ഥന. അപ്പോൾ ഇത് ഒരു 3 hour ഗ്യാപ്പാന്ന് വെച്ചു. അയാളൊരു കവർ തന്നെ വെച്ചു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത് 15,000 രൂപ ഉണ്ട്. പെട്ടെന്ന് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ 15 തടയാനാണ് ആദ്യത്തെ 5 വന്നത്. നീ അകത്തെ കയറി പിടിച്ചായിരുന്നെങ്കിൽ ആ 5 കൊണ്ട് നിന്നാന്ന്. പക്ഷേ വേറെ പിടിക്കാതിരുന്നത് കാരണം വീട്ടിലെ സാധനം മേടിക്കണം, റോണക്കിന് ഫീസ് കൊടുക്കണം. പിടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൾ അത്രയും പവർഫുള്ളാണ്. ആ കടക്കാരൻ അടിമയാണ്. അടിമയുടെ മകൻ പഠിക്കണ്ട, അടിമ പട്ടിണി കിടക്കണം, വചനമോ എന്ന് പറഞ്ഞ് അങ്ങ് പോവല്ലേ. ആ ഷോക്കും പിന്നെ എൻ്റെ അകത്തെ ഒരു സാധനം പോയാൽ, തങ്കു എന്ന് പറഞ്ഞ ആൾ ചത്തു, പഴയ സാധനം. അല്ലെങ്കിൽ ഞാൻ കയറി തിരിച്ച് പിടിക്കണ്ടേ? പിടിച്ചില്ല. ഞാൻ നേരെ തിരിഞ്ഞ് ഇന്നലെ ആ ഓർവല്ല ഓർക്കുന്നു, പഴയ എൻ്റെ ബെഡ്റൂമിൻ്റെ അകത്തെല്ലോട്ടൊന്നും കരഞ്ഞു. അതിലൊരു ആശ്വാസം കിട്ടി, പോയിരുന്നു. അന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പാഠം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രം നമ്മൾ ചാകരുത്, റിയാക്ട് ചെയ്യണം, കയറി പിടിക്കണം. എന്തിനാ? ഈ 15 തടയാനാ. ദ റിയൽ ബ്ലെസ്സിങ് ഈസ് കമ്മിങ്. അതിനെ തടസ്സപ്പെടുത്താൻ ഈ ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കുക. അതാണ് യേശു ഈ ലേഖനത്തിൽ റോമർ 16:20 പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിൽ. ഓഹോ, ഈ സമാധാനം ആചരിച്ച് നോക്കിക്കേ. ആ മനുഷ്യൻ എന്തി ഞാൻ ഇന്നിവിടെ ആയിരിക്കും. പക്ഷെ അവിടെ സമാധാനം ആചരിക്കാമെന്ന് വേറെ അത് കഴിഞ്ഞാൽ 3 മണി, ഞാനിപ്പം വേറെ പറഞ്ഞപ്പോൾ അല്ലേക്ക്, അത് കഴിഞ്ഞാൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇപ്പോൾ ഇരുന്നു ഇരുന്നേ പറ്റൂ. ഇപ്പം നമുക്ക് എന്നാ ആരോഗ്യമുണ്ടോ, കയറി 2 കൊടുക്കണം, അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ എടാ അങ്ങനെയൊന്നും ഇല്ല, മൈനസേ ഇല്ല. ഇവിടെ കടബാധ്യതയുള്ളവരോട് ഒരു കാര്യം ഞാൻ പറയും എപ്പോഴും, ഈ ഡീമോറലൈസ് ആകരുത്. ഞാൻ ഡീമോറലൈസ് ആയിപ്പോയായിരുന്നു. ചിലർക്ക് കടം വന്നെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലോകം മുഴുവൻ ഇടിഞ്ഞതുപോലെ അല്ല. യേശു ഉണ്ടോ? തകരത്തില്ല.
അവനെ നോക്കുന്നവൻ പ്രകാശിതനാകുമെന്ന് എഴുതിയിട്ടുണ്ട്. ലജ്ജിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തോന്നും, പക്ഷെ ഒന്നും നടക്കത്തില്ല. തലയിലെ മുടി എണ്ണപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം വീഴണമെങ്കിൽ അനുവാദം വേണം. അതിൽ ഓരോ ദിവസം യു ആർ ബിൽറ്റ് അപ്പ്. ഈ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഡോണ്ട് ഫൈറ്റ് ഫോർ എനിത്തിങ്, ബി സ്റ്റിൽ ആൻഡ് നോ ഐ എം ഗോയിങ് ടു. നീ മിണ്ടാതിരുന്നേ, ഞാനൊന്ന് ദൈവമാണെന്ന് തെളിയിക്കട്ടെ. സോ വേരിഡ് എക്സ്പീരിയൻസസ് ബിൽട്ട് അപ്പ് മൈ കോൺഫിഡൻസ്. അപ്പം ഇതുപോലെ നിരവധി ഇഷ്യൂസ് ഉണ്ട്, നിരവധി ഇഷ്യൂസ് വേർ സംടൈംസ് ഐ ഫെൽറ്റ് വൈ ആം ഐ അലൈവ് തോന്നിപ്പോവും. എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ച് മാറണ്ടേ. അത് ഇപ്പോഴൊന്നുമല്ല, ഞാൻ ആലോചിക്കായിരുന്നു 13 വർഷം വേറൊരു നോർമൽ ഒരു സാധാരണ പിള്ളേരെ പോലെ ജീവിക്കുന്നു. 13 വയസ്സിൽ നിങ്ങളുടെ യാത്രകളിലാണ് വേറെ പപ്പ മരിച്ചു പോകുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാ. വേറെ നിങ്ങൾ അന്ന് കേരളത്തിൽ നിന്ന് തിരിച്ച് അലഹാബാദിൽ പോകാനിരിക്കുകയല്ലേ? പറ്റ്നയിലെ പറ്റ്നയിൽ പോകാനിരിക്കുകയാണ് അല്ലേ? നാട്ടിൽ അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ ഞങ്ങൾക്കൊരു കല്യാണാലോചന. അപ്പം ചെറുക്കനെ കാണാനായിട്ട് കേരളത്തോട്ട് വരുന്ന വഴിക്ക് ചെന്നൈ വെച്ച് കാർഡിയക് അറസ്റ്റ് വരുന്നു. അപ്പച്ചൻ അവിടെ മരിക്കുന്നു. ഈ ട്രെയിനിൽ വെച്ച് അപ്പച്ചൻ മരിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു. അപ്പം ഈ പെങ്ങളും അമ്മച്ചിയും ഞാനും നേരത്തെ വരുന്നു. തൊട്ട് പുറേ എൻ്റെ ബ്രദറും ഫാദറും കൂടെ വരുന്നു. അപ്പം എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലാണ്. അപ്പം അവിടെ പിന്നെ അറ്റ്മോസ്ഫിയർ മാറുന്നത്. അപ്പോൾ ആ സമയത്ത് 13 വയസ്സ് ഞങ്ങൾ കളിച്ച് ഓടിച്ചാണ്. ഇപ്പം ബോഡി ബോക്സിലാണോ കൊണ്ടുവരുന്നത്, അപ്പോൾ ചെക്ക് പോസ്റ്റ് എങ്ങനെയാണ്, ഇതൊക്കെ ചോദിക്കുന്ന കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്നാന്ന് നമുക്കറിയത്തില്ല. പിന്നീട് ആണ് മനസ്സിലായത് അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ മരിച്ചു എന്ന് പറയുമ്പോഴും 13 വയസ്സുകാരന് അപ്പച്ചൻ മരിച്ചത് തന്നെ ഒരു ഫീലിംഗ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ലൈഫ് വിൽ ഗോ ആസ് യൂഷ്വൽ. പക്ഷേ റിലേറ്റീവ്സ് പോയി, അടക്കം കഴിഞ്ഞു. ബ്രദർ തിരിച്ച് പ്രൂഫ് റീഡറായിട്ട് അവിടെ ജോലി കിട്ടി, 700 രൂപ ശമ്പളത്തിന്. പെങ്ങളും ഞാനും അമ്മയും. വല്യമ്മ ഫാദറിൻ്റെ ഒരു സിസ്റ്റർ ഒരു ഷെമ്മാച്ചനെ കിട്ടിയത്, ചെറുപ്പത്തിൽ മരിച്ചു. അങ്ങനെ ആ പുള്ളിക്കാരത്തി. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ എൻ്റെ സിസ്റ്റർ, അങ്ങനെ 5 വിധവകൾ. നൗ വാട്ട് ഈസ് ദ വേ ഫോർവേഡ്? എല്ലാവരും പോയി. അപ്പച്ചൻ ഉള്ളപ്പം എല്ലാവരും വരും, ഭയങ്കര ഉത്സവം പോലെയാണ്. അപ്പച്ചൻ പോയപ്പം ആരും വന്നില്ല. അതൊരു 2 നിലയിൽ എനിക്ക് എടുക്കായിരുന്നു. ഐ എം വീക്ക്. പക്ഷെ ദാറ്റ് ട്രിഗേർഡ് സംതിങ് ഇൻ മീ. ഐ വിൽ ഫൈറ്റ് ആൻഡ് ഷോ. വേറെ ആരെങ്കിലും പറഞ്ഞോ? എൻ്റെ അകത്തൊരു ട്രിഗർ ഉണ്ട്, ഞാൻ കാണിച്ചു. ഐ വിൽ ബിക്കം സം. എൻ്റെ അകത്തുനിന്ന് ട്രിഗർ ചെയ്തത്. അങ്ങനെയാണ് ഈ ഡോർ ടു ഡോർ സെയിൽസ് തുടങ്ങിയത്. അപ്പം തിരിഞ്ഞു നോക്കുമ്പം ഇഫ് യു ആർ ചോസൺ, I won't say if, when you are chosen, ദൈവം കൈ യുദ്ധത്തിനും വിരൽ പോരിനും ഒരുക്കിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ തന്നെയാണ് വേറെ. ഇപ്പോൾ എനിക്കറിയാം 13 വയസ്സിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ. 13 വയസ്സ് മുതൽ വളർന്നു വന്ന ഇന്നൊന്നും ആയിട്ടില്ല. പക്ഷേ ഇന്ന് പല കാര്യങ്ങളും വരുമ്പം അത് ട്രിഗറും. അതുപോലെ തന്നെ ഒരു കൊച്ചു വന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അത് രക്ഷിക്കപ്പെടുന്ന മുമ്പേ തന്നെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായി എൻ്റെ അപ്പൻ മരിച്ചുപോയി. എനിക്ക് സ്ഥലമൊന്നുമില്ല. ഇത് ഈ 5 ബുക്കുണ്ടോ, ഇത് വാങ്ങിച്ചാൽ എനിക്ക് 10 രൂപ. ഞാൻ അവനെ ഇരുത്തി 10 അല്ല 100 കൊടുക്കും. എനിക്ക് എൻ്റെ ബാല്യം ഓർമ്മ വരും. നമ്മുടെ സ്പോൺസറുടെ ചൈൽഡിനകത്ത് ഒരു ചോദ്യം അതായിരുന്നു, തങ്കുപാപ്പ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നത്? അപ്പോൾ നിസ്സഹായമായ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ ഓർക്കും. അന്ന് എന്നെ സഹായിക്കാൻ ആരുമില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റാവുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അന്ന് വേറെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. നോട്ട് എ സിംഗിൾ പേഴ്സൺ. അന്നും ഉണ്ടായിരുന്നു.
നമ്മൾ സന്തോഷത്തോടെ പേരുകൾ പറയുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ മുതിർന്ന ആൾ നമ്മുടെ റിലേറ്റീവിൽ ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആണോ, എന്നാ വിലയ്ക്കാണ് നീ കൊടുക്കാൻ പോകുന്നത്, എവിടെ നിന്നാണ് നീ വാങ്ങിക്കുന്നത്? അപ്പോൾ ലാഭം ഇത്ര ഉണ്ടല്ലേ. പിറ്റേ ദിവസം അവിടെ ചെല്ലുമ്പം പറയും അത് വേറൊരു കമ്പനി വന്ന് ഓർഡർ പോയി, എന്നാ വിലയ്ക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞു എന്നെക്കാളും കുറച്ച്. ആരാ പാർട്ടി? ഈ പാർട്ടി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ലൈഫ് വാസ് ടഫ്. ഫൈറ്റിംഗ്, റോഡ് സ്ട്രീറ്റ് ഫൈറ്റിംഗ് എന്ന് പറയും. സോ അവിടുന്ന് വന്ന 95 ആക്സിഡൻറ്റ് വേറെ ഓർക്കുന്നുണ്ടോ? എനിക്കൊന്ന് കേരളത്തിലെ ഫസ്റ്റ് വണ്ടി ടാറ്റാ സുമോ എടുക്കാനാണ് വേറെ പോകുന്നത്. അതെ. അപ്പം നമ്മൾ പിന്നെ പൈസ ആയി, അതിൻ്റെ കൂട്ടത്തിൽ നഗളവും വന്നു, പിന്നെ വലിയ പുള്ളിയായല്ലോ. അപ്പം അന്ന് ടാറ്റാ സുമോ ഇറങ്ങും. ടാറ്റാ സുമോ അന്നത്തെ ഏറ്റവും പോഷ് പൊളിയുണ്ട്. അതെടുത്തേക്കാവുന്ന വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഒന്നും ഇല്ല ലോഞ്ച് ചെയ്യുന്നത്. അപ്പം പൂനെയില്ല ഇവരുടെ ഫാക്ടറി, വെച്ചു പൂന. ഫാക്ടറിയിൽ നിന്ന് പോയി മേടിക്കാനോ? ഫാക്ടറിയിൽ നിന്ന് പോയി മേടിക്കാൻ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഫാക്ടറിയിൽ നിന്ന് കിട്ടത്തില്ല. ഏജൻസി ചെന്നു, അപ്പോൾ വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് വെക്കുന്നവരുണ്ട്, അപ്പോൾ അവർക്ക് 2 ലക്ഷം രൂപ മാർജിൻ കൊടുത്തു. അങ്ങനെയാണ് ഇത് ഓടിച്ചു. പുതിയ വണ്ടി എടുത്തു. ഞാൻ വിചാരിച്ച കളർ തന്നെ കിട്ടി, ഗ്രേഷ് ബ്ലാക്ക് അത് കിട്ടി. അതുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്, ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചു പിള്ളേരെ കാണുമ്പം എൻ്റെ മനസ്സ് അന്നും ഇന്നും, എനിക്ക് പാവങ്ങളെ കാണുമ്പം അന്നും ഇന്നും, രക്ഷിക്കപ്പെടുന്ന മുമ്പേ ഒരാളെ ഹരാസ് ചെയ്യുന്ന കണ്ടാൽ എൻ്റെ ചെറുപ്പത്തിലെ യൗവനം ഇറങ്ങി വരും. ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. അതൊരു ക്യാരക്ടർ എൻ്റെ എന്നാ പറയണ്ടേ, എന്നാ പറയുന്നത്, ഇത് ഒരു നമ്മൾ പറയത്തില്ല കണ്ണടയ്ക്കുന്ന, അത് സ്റ്റിമുലേ എന്നാണോ, സ്റ്റിമുലസ് അതുപോലെ അറിയാതെ ഇറങ്ങി വരും. അപ്പം ഈ ജീപ്പ് വന്ന് നിർത്തി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഈ കൊച്ചു പിള്ളേരെല്ലാം കൂടെ ഭിക്ഷയാദിക്കും. അപ്പോൾ ഞാൻ ആ റോഡ് സൈഡ് പേയ്മെൻറ്റിലിരുന്നു, പിള്ളേരെ ഇരുത്തി. ആദ്യമേ എല്ലാവരുടെ കൈ 10 രൂപ വെച്ചു. 10 രൂപ എന്ന് പറഞ്ഞാൽ എന്നാൽ വലിയ പൈസ. എന്നിട്ട് പറഞ്ഞു, പിള്ളേരെ നിങ്ങൾ സ്കൂളിൽ പോകാം, ഞാനും നിങ്ങളുടെ പോലെ ആരുമില്ലായിരുന്നു. ശ്രദ്ധേക്കോ സുമോ കട, ജീവിതത്തെ വെല്ലുവിളിക്കണം, പഠിക്കണം, അതൊക്കെ പറഞ്ഞു. ഒക്കെ ഞാൻ വണ്ടി കയറി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി അടിച്ചു. അതോടെ ബ്ലാക്ക് ഔട്ടായിപ്പോയി. അപ്പോൾ ആ ഒരു സംഭവം വേറെ ബിസിനസ്സിനെ എല്ലാം അഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം, ഞാൻ SV ട്രെയിനിങ്ങിൽ പറയുന്ന ഒരു വാക്കുണ്ട്, വാട്ട് യു എക്സ്പെക്റ്റ് യു ഷുഡ് ഇൻസ്പെക്റ്റ്. അത് ഞാൻ പഠിച്ചത് ബിസിനസ്സിലാണ്. ഇൻസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ ശരി. അപ്പോൾ അങ്ങനത്തെ ഇൻസ്പെക്ഷൻസ് പോയി കട്ടില കിടക്കുക. അപ്പം അത് പലരും മുതലെടുക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ബിസിനസ്സായിരുന്നു ഹയർ പർച്ചേസ് ലീസിങ്, ഫൈനാൻസിങ് ഉണ്ടായിരുന്നു. അപ്പം മറ്റേത് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് വരും. ഇത് ഒന്ന് വാങ്ങിയിട്ട് മനസ്സിലായില്ലേ. അപ്പം ദാറ്റ് വാസ്, അതൊരു ഡെത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് യേശുവിൻ്റെ കൂടെ കൂടിയപ്പം ആ സാധനമേ അങ്ങ് പോയി. അപ്പോൾ ഈ 13 വയസ്സിലെ ഈ കാര്യവും ഈ ആക്സിഡൻറ്റും ഒക്കെ ശരിക്കും ഒരു ട്രെയിനിങ് ആണ്. കാര്യം എന്ന് വെച്ചാൽ, ഫാദർ ഉണ്ടെങ്കിൽ ഫാദർ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ നോർത്തിൽ പോവും, അങ്ങനെ അതുവഴി അങ്ങ് പോവും. അപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ, ഇപ്പം തിരിഞ്ഞ് ഞാൻ നോക്കുമ്പം യു ക്യാൻ സീ ദ ഹാൻഡ് ഓഫ് ഗോഡ്, മാസ്റ്റർ പ്ലാനർ with a purpose where you will never lose. You will accomplish whatever he has made you to get accomplished. നമ്മുടെ ദൗത്യം നിവർത്തിക്കാൻ എന്തൊക്കെയുണ്ടോ ആ ദൗത്യം നിവർത്തിക്കും. അതിന് നമ്മൾ വേറെ ഒരാളായിട്ട് ട്രാക്കെ ഓടേണ്ട ആവശ്യമില്ല, അയാളെ തട്ടി താഴെ ഇടേണ്ട ആവശ്യമില്ല.
യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. പ്രീഡെസ്റ്റിൻഡ് എന്നായിരിക്കും. സോ ദാറ്റ് വാസ് എ ട്രെയിനിങ് ഫോർ ലേറ്റർ ഡേയ്സ്. ഈ റീച്ച് തുടങ്ങാൻ കമ്പാഷൻ എന്ന് പറയുന്നത് അതാണ്. കമ്പാഷൻ എന്ന് പറയുന്നത് ബിക്കോസ് യു ഹാവ് ഗോൺ ത്രൂ ദ ടഫ് ടൈംസ്, സോ യു വോണ്ട് ടു ഹെൽപ്പ് സംവൺ എൽസ്. യേശുവിൻ്റെ ഏറ്റവും വലിയ അസറ്റ് അതായിരുന്നു. ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അതിൻ്റെ കാര്യം എന്താ? ഹി ടു ലോസ്റ്റ് ഹിസ് ഫാദർ വെൻ ഹി വാസ് യങ്. He too had to work to get the family with all the insults. നിൻ്റെ അപ്പൻ ആര്? ഇത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക മുഴുവൻ ഫാമിലിയെ. നീ വലിയ ആളാണ്, അവിടെ ദേവാലയത്തിൽ പോയി കാണിയിട്ട്. സോ വെൻ ഹി സോ ദ പീപ്പിൾ സ്കാറ്റേഡ്, ഡെസേർട്ടഡ്, ഇടയനില്ലാത്തതെന്ന് വെച്ചാൽ പരിപാലിക്കാൻ ആളില്ലാത്തവരെ കണ്ടപ്പം ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. സോ ആ കമ്പാഷൻ വന്നത് ഇസ് ബിക്കോസ് ഓഫ് ദിസ്. ഔട്ട് ഓഫ് ദ വേ ഞാൻ പോകും. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരിക. ഓഫീസിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുമ്പം ബിസിനസ്സുള്ള സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഇറക്കമുണ്ട്. അവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു പയ്യനെ ഒരു 5-6 പേര് തല്ലുക. അപ്പം പയ്യനാ തല്ലുക. അപ്പം ഓട്ടോമാറ്റിക് എൻ്റെ റിയാക്ഷൻ വണ്ടി ചവിട്ടുന്നത്. എന്നെ ഇറങ്ങി ചെന്നത് എന്തിനായി തല്ലുന്നത്? അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നീ ആരാ ചോദിക്കാൻ? നാച്ചുറലി. അപ്പം ഞാൻ പറഞ്ഞത് തല്ലുന്നത് ശരിയാണ്, പക്ഷെ അവർ കാരണം വേണം, ചുമ്മാ തല്ലാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇത് രക്ഷിക്കപ്പെടാത്ത സമയത്തെ കാര്യം അവർ പറഞ്ഞ് 25,000 രൂപ വാങ്ങിച്ചവൻ തിരിച്ചു തരുന്നില്ല. അപ്പം ഞാൻ തല്ലിയ 25,000 രൂപ കിട്ടുമോ? ഒന്ന് അവർക്ക് എന്നോടുള്ള ചോദ്യം, നീ തരുമോ? അപ്പം ഞാൻ തരും. അപ്പം തരും, തല്ലിയത് തിരിച്ചെടുക്കുക. ഒന്നേ അവരുടെ മൂഡ് മാറി, സാറേ അതല്ല, ചോദിച്ച് മതി, തരാൻ പറ്റത്തില്ല, അവൻ വാങ്ങിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തരാം, നീ വണ്ടി കയറിടാൻ. അപ്പം ഈ പയ്യനും എൻ്റെ കൂടെ കയറി. ഹി മൈറ്റ് ബി ഇൻ ഹിസ് ലേറ്റ് ടീൻസ്, 19, 18. ചെന്നു വീട്ടിൽ നിന്ന് 25,000 രൂപ കടക്കാരൻ്റെ കൊടുത്തു. ഇത് എന്നാ സംഭവിക്കുന്നത്? ഇത് ഒരു മൈറ്റ് ബി ഒരു 89, 90. അന്ന് 25,000 രൂപയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറവാണ്. എനിക്ക് അതിനേക്കാളും കൂടുതൽ ഡെയിലി കളക്ഷൻ ഉണ്ട്. കൊടുത്തിട്ട് ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? അല്ല സാറേ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു, നോക്കൂ, ഒരു യൗവനക്കാരനാണ്, അവനെ നിങ്ങൾ അടിച്ചമർത്തിയാൽ എന്നെ അങ്ങനെ അടിച്ചമർത്തുമായിരുന്നു, ഞാനിവിടെ ഇന്ന് ഇരിക്കത്തില്ല, നിങ്ങൾക്ക് പൈസയും കിട്ടത്തില്ല. ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, സമയം കൊടുക്കണം, ചിലപ്പോൾ ശരിയായെന്ന് വരും. അങ്ങനെ അവരങ്ങ് പോയി. ഞാൻ പയ്യനോട്, നിനക്ക് എന്നെ അറിയാമെന്ന്, നീ എന്തിനാ ഈ പൈസ എടുത്ത്? എൻ്റെ സാറേ, പഴയതൊക്കെ എന്തെങ്കിലുമൊക്കെ വണ്ടി പൊളിച്ചുമൊക്കെ ജീവിക്കും, അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഞാൻ നിനക്ക് ചെയ്യാനത് കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്യാം സാറേ, പക്ഷേ ഒറ്റയടിക്ക് പലിശയും ഇതും കൂടെ ഒന്നും നടക്കും. ഞാൻ നിനക്ക് 25,000 രൂപ തരാം, നിനക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തിരിച്ചു തരണ്ട, പലിശയും തരണ്ട. ചെയ്യാം സാറേ. അവൻ ചെയ്ത് കാണിക്കണം, അതിനെ കാണിക്കാം. ഇപ്പം ഞാൻ നാളെ രാവിലെ പിറ്റേ ദിവസം വന്നു. ഞാൻ 25,000 രൂപ കൊടുക്കും. ഞാൻ പറഞ്ഞു, ചെയ്തോണം, നിന്നെ എനിക്ക് വലിയ ആളായിട്ട് കാണണം, ആ തല്ലിയന്മാരുടെ മുമ്പിൽ പോയി നിൽക്കണം നീ. മനസ്സിലായല്ലോ? മനസ്സിലായി. സംഭവം പോയി. പിന്നെ ഞാനിത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. കോട്ടയംകാരൻ തന്നെയാണ്. റോഡ് ആക്സിഡൻ്റ് ആകുന്നു, തളർന്നു പോകുന്നു. അപ്പം എനിക്കൊരാൾക്ക് 5,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അയാൾ ഡെയിലി വന്ന് വാതിൽക്കൽ മുട്ടും, അമ്മച്ചി ഡോറ് തുറക്കും. ഇല്ല, ഇപ്പോൾ 6 മണിക്ക് ഞാനില്ലെന്ന് പറഞ്ഞ് നേരത്തെ പോയി. നുണയാണ് പറയുന്നത്. കാര്യം കഴിഞ്ഞ് കിട്ടുന്ന തെറിയാണ്, അത് അവോയ്ഡ് ചെയ്യാൻ. അങ്ങനെ ഒരു ദിവസം രാവിലെ വീണ്ടും മുട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ജനൽ വഴി നോക്കിയപ്പം ഈ 25,000 രൂപ കൊടുത്ത ആ പയ്യനും ഇയാളോടെ നിൽക്കും. ഓഹ്, സമാധാനമായി.
എന്നുവെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗ്രാറ്റിറ്റ്യൂഡ്. തിരിച്ച് ഇന്ന് ആ പയ്യൻ എന്നെ രക്ഷിക്കാനാണ് വന്നിരിക്കും. വാൽ തുറന്നു ഇരുന്ന് 2 സെക്കൻഡായില്ല. ഈ പയ്യൻ, ഞാൻ പൈസ കൊടുത്ത് സഹായിച്ച പയ്യൻ എന്നോട് പറയാം, നീ വലിയ ആൾ കളിക്കണം, ഈ 5000 രൂപ നിനക്ക് കൊടുക്കാൻ മേല അല്ലേ, എന്നിട്ട് കളിപ്പിക്കുകയല്ല ദിവസം നടത്തിക്കുകയുണ്ട്. ഞാൻ ഇരിക്കുന്ന കസേര ഭൂമിയിലോട്ട് താന്നു പോയായിരുന്നെങ്കിൽ എന്ന് ഓർത്ത്, ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇത്രയുള്ള മനുഷ്യൻ എൻ്റെ മനസ്സിലൂടെ 100 എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് വാണ്ടഡ് ഇഫ് ഗോഡ് വുഡ് ടേക്ക് അവേ മൈ ലൈഫ്. ആ സമയത്ത് മുറ്റത്തൂടെ പപ്പായെ എന്ന് പറഞ്ഞ രോഹിത്ത് നടന്നു. രോഹിത്ത് തീരെപ്പൊടി നടക്കാറാകുന്നത് അത് കണ്ട് ഞാനിങ്ങനെ രോഹിത്ത് പോകുന്നത് കണ്ടു. അപ്പം ഞാൻ കൊടുത്തോളാം, കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങ് വരാൻ പോകുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ശരി കൊടുത്തോളാം. ഇറങ്ങി വേറെ 25,000 കൊടുത്ത് രക്ഷിക്കുകയും വീണ്ടും 25,000 ബിസിനസ്, മൊത്തം 50,000 രൂപ കൊടുത്ത ആളാണ് വന്നിരിക്കുന്നത് അല്ലേ? എനിക്ക് പറയാൻ പറ്റുന്നില്ല നിനക്ക് ഞാൻ തന്നെ 50-ന് 5 കൊടുക്കാൻ. പറ്റുന്നില്ല. അതായത് അത്ര ഷോക്ക്ഡായിപ്പോയി. ഇസ് ദിസ് ഹ്യൂമൻ ബീങ്? അന്ന് അടി കൊണ്ട പയ്യനാണോ? നീ ആളാകണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത പയ്യനാണ് എന്നോടൊന്ന് ചോദിക്കും, നീ ആൾ കളിക്കുന്നത്. സോ ദീസ് വർ ഓൾ ഇൻസിഡൻസ് വിച്ച് വാസ് ബ്രേക്കിംഗ് മീ. ഗോതമ്പ് പണിയെ പൊടിയായിരുന്നു. പക്ഷെ അതിനെങ്ങനെ നമ്മൾ വേറെ കുഞ്ഞായ സമയത്ത് ഒരു വെൽഡിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങി ചെന്നപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് കസിൻ്റെ വിവാഹത്തിന് വേണ്ടി, അപ്പം അന്ന് എൻ്റെ ഒരു അമ്മാച്ചൻ വന്ന് തന്ന ഒരു ചുമല പാൻറ്റുണ്ട്. അന്ന് ഈ അതിന് എന്നാ പറയേണ്ടത്, നൈലോൺ എന്നല്ലല്ലോ പറയുന്നത്, ഒരു നൈലോണാണ്, ഇങ്ങനെ പ്ലവളാന്നിരിക്കുന്നു, ഒരു ചുമല പൂവുള്ള ഷർട്ടും ചുമല പാൻറ്റും, ഹവായി ചപ്പൽ. 8 കിലോമീറ്റർ നടക്കണം വീട്ടിൽ ചെല്ലാൻ, ബസ് കൂലിയില്ല. അപ്പം അങ്ങനെ ഞാനവിടെ ഈ കാരാപ്പുഴയിൽ നിന്ന് 8 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ഇവരെല്ലാം വണ്ടിയെ കയറുക, അംബാസഡറെ കയറി. എന്നെ നോക്കി, ഈ വേഷത്തിലാണ് വന്നിരിക്കുന്നത്, കാല് ചപ്പൽ വിട്ടത്. അപ്പം ഞാൻ ഷൂസില്ല, നീ വരണ്ട, നീ എന്നെ കൊണ്ടുപോയാൽ തന്നെ കുഴപ്പമാകാം എന്ന് പറഞ്ഞാൽ അവർ വണ്ടിയെ കയറി അങ്ങ് പോയി. ഞാൻ തിരിച്ച് 8 കിലോമീറ്റർ നടന്നു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്നാ പറ്റി നിന്നെ? ഞാൻ പറഞ്ഞില്ല, ഒന്നും പറ്റില്ല, ചെന്നപ്പോൾ താമസിച്ചു. ഇതാ ആ പ്രായമാണ്, അതായത് 13, 14, 15 ആ സമയമായിരിക്കും അല്ലേ സാർ? അതെ. പീപ്പിൾ ആർ നോട്ട് ബോതേർഡ് how a child's heart breaks. They could have given many excuses. ആൾ നിറഞ്ഞു പോയി എന്നോ, എടാ നീ വീട്ടിൽ കയറിയിരിക്കുക, ഞങ്ങൾ പോയിച്ച് വരാം. ബട്ട് ഇറ്റ് വാസ് പ്യുവർ ഇൻസൾട്ട് ഓൺ ദ ഫേസ്. ഇതൊക്കെ ഇട്ടുകൊണ്ടാണോ വരുന്നത്? ചെരുപ്പ് നോക്കി. അത് ശരിയാ, അവർക്ക് ഗെറ്റപ്പിന് കുറവായിരിക്കും. അന്ന് ഞാൻ നടന്നു വരുമ്പം എൻ്റെ ഹൃദയത്തിൽ ഒരു വാക്ക് വന്നു, മാൻ ലുക്സ് at the face of a man, but God seeks the heart of man. എവിടുന്ന് ആരെ പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, ദൈവമോ ഹൃദയത്തിൽ. ഇങ്ങനെ ഒരു സാധനം വന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു വിട്ടു. കരഞ്ഞുകൊണ്ട് 8 കിലോമീറ്റർ അങ്ങോട്ട് 8 കിലോമീറ്റർ. അത് സങ്കടകരമായ കാര്യങ്ങൾ. വീട്ടിൽ ചെന്നപ്പം വീട്ടിലെ നിയമം കരയാൻ പറ്റത്തില്ല. നോണ പറഞ്ഞു, അവിടെ ചെല്ലാൻ ലേറ്റായിപ്പോയി, അല്ലെങ്കിൽ അമ്മച്ചി ഫീലാവും. അമ്മച്ചിക്ക് ഒന്നാമത് അപ്പച്ചൻ പോയതിൻ്റെ ഭാരം, ആ കൂട്ടത്തിൽ ഇതുവരെ ഇൻസിഡൻറ്റോട് ചെയ്യുന്ന കേട്ടാ. ഇത് വേറെ ഇത് പറയാൻ പോലും ആരുമില്ല അല്ലേ? വേറെ ആരോടും പറയാൻ പറ്റത്തില്ല, വേറെ ഒരു മനുഷ്യരോട് പറയാൻ പറ്റത്തില്ല. കരയണമെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിൽ പോയി എവിടെയെങ്കിലും കലങ്കിയിരുന്ന് കരഞ്ഞ് ഫ്രഷായി തിരിച്ചു വരണം. വീട്ടിൽ കരഞ്ഞാൽ വീട് മുഴുവൻ കൊളാപ്സ്.
അപ്പോൾ ആ ചൈൽഡ്ഹുഡ് ട്രെയിനിങ് മെയ്ഡ് മൈ ഹാർട്ട് വെരി വെരി സ്ട്രോങ് പ്ലസ് കമ്പാഷൻ. Remove the supernatural from the Bible and the Bible becomes a religion. അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി ബൈബിളിൽ നിന്ന് എടുത്ത് കള, ഇത് നല്ലൊരു മതമാണ്. പക്ഷെ ഇതൊരു മതമല്ല, ജീവിതം. ഒരു വാസ്തവമായി ജീവിക്കുന്ന സർവശക്തൻ കൂടെ നടക്കുന്ന റിയൽ അനുഭവം. ഡു യു റിയലി ബിലീവ് ജീസസ് ഈസ് അലൈവ്? പിന്നെ മുമ്പോട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇല്ല. ഡു യു റിയലി ബിലീവ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ടിലിരുന്ന സീനിയർ പാസ്റ്റർ ഉരുണ്ട് താഴെ വീണു. ഞാനിങ്ങനെ ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഡു യു റിയലി ബിലീവ് ജീസസ് ഈസ് അലൈവ് എന്ന് പറയുമ്പം ടപ്പ് 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 വീഴാൻ തുടങ്ങി. ഒരു തിക്ക് ക്ലൗഡ് ഓഫ് ഗ്ലോറി. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ അപ്പുറത്ത് വീണ് കിടക്കുക. ദ ഹോൾ പ്ലേസ് ഈസ് മുട്ടുസൂചി ഇട്ടാൽ അറിയാം. സ്റ്റിൽ സൈലൻസ്.